ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു മലബാർ സ്പെഷ്യൽ വിഭവമായ ക്യാരറ്റ് പോളയാണ്. ക്യാരറ്റ് പോള വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇഫ്താറിനോ അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഒരു ക്യാരറ്റ് പുഡിംഗ് തന്നെ പറയാം. വളരെ ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഫോളോ ചെയ്യണമെങ്കിൽ നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ തുടങ്ങാം. ക്യാരറ്റ് പോള ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ക്യാരറ്റും കോഴിമുട്ടയുമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസുള്ള ക്യാരറ്റും 3 കോഴിമുട്ടയുമാണ്. ക്യാരറ്റ് ഒരു 300 ഗ്രാം ഉണ്ട്. ക്യാരറ്റിന്റെ 2 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒരു പീലറോ കത്തിയോ ഉപയോഗിച്ച് അതിന്റെ തൊലി ഒന്ന് കട്ട് ചെയ്ത് കളയണം. തൊലി കളഞ്ഞെടുത്ത ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ മൂടി 3-4 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ക്യാരറ്റ് നല്ലതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. കുക്ക് ചെയ്തെടുത്ത ക്യാരറ്റ് നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിലുള്ള വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി മിക്സി മൂടി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ക്യാരറ്റ് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടേബിൾ സ്പൂൺ മൈദ, 4 ഏലക്ക പൊടിച്ചെടുത്ത പൊടി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കശുവണ്ടിയും കിസ്മിസുമാണ്. ഒരു 10 കശുവണ്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കിസ്മിസ്. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. മുട്ട 2-3 മിനിറ്റ് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് വീണ്ടും ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. പഞ്ചസാര ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മൈദയും ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് വീണ്ടും നല്ലപോലെ അടിച്ചെടുക്കണം. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ തുടങ്ങാം. ക്യാരറ്റ് പോള ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കാം. കശുവണ്ടി മൂത്ത് ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കണം. കിസ്മിസ് ചേർത്ത് വീണ്ടും നല്ലപോലെ വറുത്തെടുക്കാം. കശുവണ്ടി കിസ്മിസും എല്ലാം മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. കശുവണ്ടിയിൽ ഒരു ചെറിയ ബ്രൗൺ കളറും കിസ്മിസ് എല്ലാം നല്ല വീർത്തും വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത് എണ്ണയിലൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കി നെയ്യിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം പാനൊന്ന് മൂടി 3-4 മിനിറ്റ് കുക്ക് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. 4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പാൻ്റെ മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ ചെറുതായിട്ട് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. കശുവണ്ടി കിസ്മിസ് എല്ലാം ഇട്ട് കഴിഞ്ഞ് വീണ്ടും പാനൊന്ന് മൂടി കൊടുക്കാം. ഇനി നമ്മൾ പാൻ നേരിട്ടല്ല സ്റ്റവിൽ വെക്കുന്നത്. ഒരു നോൺ സ്റ്റിക്ക് പാൻ നല്ലതുപോലെ ചൂടാക്കിയതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ പാൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാൻ്റെ പുറത്തേക്ക് ക്യാരറ്റ് പോള വെച്ച പാൻ വെച്ചതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 20 തുടങ്ങി 25 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. ഇപ്പോൾ ക്യാരറ്റ് പോള കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 25 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം.
തുറന്ന് നോക്കിയതിന് ശേഷം ഇത് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. ഒരു സ്ക്യൂവറോ കത്തിയോ വെച്ച് നമുക്ക് കുത്തി നോക്കാം. ക്യാരറ്റ് പോള പാകത്തിന് കുക്കായിട്ടില്ല, ചെറുതായിട്ട് സ്ക്യൂവറിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും പാൻ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞ് പാൻ്റെ മൂടി മാറ്റി നോക്കാം. മൂടി മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്ന് കുത്തി നോക്കണം. ഇപ്പോൾ സ്ക്യൂവറിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് പാൻ നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. ക്യാരറ്റ് പോള ചെറുതായിട്ട് തണുത്തതിന് ശേഷം പാനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ക്യാരറ്റ് പോള ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പാൻ്റെ പുറത്തേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് പാൻ നമുക്ക് ഇതേപോലെ തിരിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റ് പോള പ്ലേറ്റിലേക്ക് വീണ് കിട്ടും. ഒട്ടടിയൊന്നും കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വീണ്ടും ഒന്ന് പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. റെഡിയായ ക്യാരറ്റ് പോള നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായി നമ്മുടെ ക്യാരറ്റ് പോള റെഡിയായി കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.